ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം സാങ്കേതികമായ പിഴവുകൾ നികത്തേണ്ടത് ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയാണ്. ആ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം വിട്ടുകൊടുത്ത് ഈ കാര്യത്തിൽ ഓരോ ചുവടുവയ്പും മേയറുടെയും വാട്ടർ അതോറിറ്റിയുടെ ചുമതലയുള്ള മന്ത്രിയുടെയും നേതൃത്വത്തിൽ നടത്തണ്ടേ? MLA-മാരുടെ പ്രസ്താവന വന്നു, MLA-മാരൊക്കെ പൊട്ടിത്തെറിച്ചു. തെറിച്ചത് പൈപ്പ് ലൈൻ അല്ലാതെ MLA-മാർ പൊട്ടിത്തെറിച്ചിട്ട് നാട്ടുകാർക്ക് വല്ല ഗുണമുണ്ടായോ? ഭരണകൂടത്തിൽ ഇതിനായി സംസാരിച്ചു MLA. പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാർ, അതാണ് മേയർ നമ്മുടെ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന പത്മനാഭ ആവശ്യപ്പെട്ടതുപോലെ 5 ലക്ഷം നഗരവാസികളെ 4 ദിവസം കുടിവെള്ളം മുട്ടിച്ച ഈ ഉദ്യോഗസ്ഥന്മാർ, അവരുടെ വീഴ്ചയാണ്, അവരുടെ പ്ലാനിങ്ങിന്റെ തകരാറാണ്. അവരുടെ പേരിൽ നടപടിയെടുക്കാൻ കോർപ്പറേഷൻ ആവശ്യപ്പെടണം എന്ന് അദ്ദേഹം ഉന്നയിച്ച ആവശ്യം, അതിനോട് പൂർണ്ണമായും ഞാൻ യോജിക്കുകയാണ്. കാരണം ഇനിയും ഈ നഗരത്തിൽ കുടിവെള്ളം മുട്ടുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാവും, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്ന് രാവിലെ വെള്ളം എല്ലായിടത്തും എത്തുമെന്നാണ് പറഞ്ഞത്. പലയിടത്തും എത്തിയിട്ടില്ല. എത്താത്ത സ്ഥലങ്ങളിൽ ബദൽ സംവിധാനവും ചെയ്തിട്ടില്ല. പിന്നെ കോർപ്പറേഷന്റെ കുടിവെള്ളം എത്തിക്കുന്നതിലും ആളുകൾക്കുള്ള സംശയം എന്താണെന്നറിയാമോ? കോർപ്പറേഷന്റെ വെള്ളം കിട്ടാതെ വരുമ്പോൾ അപ്പോൾ ഈ പ്രൈവറ്റ് ആളുകൾ, കരാറുകാർ വരിക രംഗത്ത്. അപ്പോൾ പ്രൈവറ്റ് കരാർ, ഈ കുടിവെള്ള കോൺട്രാക്ടർമാരും കോർപ്പറേഷനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തോ ആളുകൾക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് കോർപ്പറേഷനും ഈ കുടിവെള്ള വിതരണത്തിൽ അനാസ്ഥമുണ്ടായത്. മേയർ രാജിവെച്ചാലും ഇല്ലെങ്കിലും ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താൻ നടപടി. ഈ കോർപ്പറേഷൻ വാസ്തവത്തിൽ നരകയാതന കുടിവെള്ളം കിട്ടാതെ എന്ന് ഒരു പത്രത്തിൻ്റെ ഹെഡിങ് വായിച്ചപ്പോൾ ഞാൻ മനസ്സിൽ കരുതി. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ നഗരത്തിലെ ജനങ്ങൾ നരകയാതന അനുഭവിക്കുകയില്ലേ? നഗര ശുചീകരണം ഈ കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അതിൻ്റെ സ്ഥിതി പറയണോ? എത്രയോ തവണ ഇവിടെ വന്നിരുന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ കുടിവെള്ള വിതരണം, അതിൽ വാട്ടർ അതോറിറ്റിക്കാണ് തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ള വിതരണത്തിനുള്ള മൊണോപ്പൊളി ആണെങ്കിലും കോർപ്പറേഷന് ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അവിടെ കോർപ്പറേഷൻ്റെ റോളുണ്ട്, അതും നിർവഹിക്കുന്നില്ല. പിന്നെ രാവിലെയും രാത്രിയൊന്നും ആളുകൾ നടക്കാൻ പോലും ധൈര്യപ്പെടുന്നില്ല. കാരണം നായ്ക്കളുടെ ശല്യം. പേപ്പട്ടിയെയൊക്കെ കൊല്ലാൻ ഒരുപാട് തീരുമാനമൊക്കെ എടുത്തു. പക്ഷേ പേ ഉള്ളതും പേ ഇല്ലാത്തതുമായ പട്ടികളെ പേടിച്ച് നഗരവാസികൾക്ക് വഴി നടക്കാൻ വയ്യ. വെള്ളം കൂടി മുട്ടുന്നു. നഗരത്തിൽ എവിടെ പോകണമെങ്കിലും മൂക്കുപൊത്തി പോകണം. നഗര ശുചീകരണം തകർന്നു. പട്ടിയെ പേടിച്ച് വഴി നടക്കാൻ വയ്യ. എന്തൊരവസ്ഥ! അതെ, ശുചീകരണം നടക്കുന്നില്ല. അതൊക്കെ മേയർക്ക് അറിയാമല്ലോ ഈ കാര്യങ്ങൾ. ഞാനതൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ നഗരഭരണം കഴിഞ്ഞ 4-5 വർഷക്കാലമായി, 10-25 കൊല്ലമായി ഇവിടെ ഒരു പാർട്ടിയുടെ അധികാര കുത്തകയാണ്. പക്ഷെ കഴിഞ്ഞ 4-5 വർഷമായി നഗരജീവിതത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അത് സഹിക്കാവുന്നതിനപ്പുറമായിരിക്കും. സർക്കാരും ഗവൺമെൻറ്റും ഈ നഗരത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഈ അന്യായം, ദ്രോഹം, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കുടിവെള്ളം മുട്ടിയത്. എല്ലാ മാധ്യമങ്ങളും ഒരുമിച്ച് ഇന്നലെ മന്ത്രിയെയും വാട്ടർ അതോറിറ്റിയെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായ നിരുത്തരവാദിത്വത്തെ ചൂണ്ടിക്കാണിച്ചു. അതുതന്നെയാണ് ഇന്നിപ്പോൾ 4 ദിവസം കഴിഞ്ഞു, 5-ാം ദിവസം എന്തിനാ ധർണാന്ന് ചോദിച്ചു എന്നോടൊരാൾ, ഒരു മാധ്യമം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പോഴും വെള്ളം കിട്ടിയിട്ടില്ല. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ എല്ലാം ഭംഗിയായി തീർന്നു എന്നുള്ള ധാരണയിലാണ് ഇരിക്കുന്നതെങ്കിൽ, മേയറും മന്ത്രിയും എല്ലാം ശുഭകരമായി അവസാനിച്ചു എന്നാണ് ഇരിക്കുന്നതെങ്കിൽ അല്ല. ഈ നഗരവാസികളുടെ, ജനങ്ങളുടെ മനസ്സിലുള്ള അതിശക്തമായ അമർഷം ഞങ്ങളിവിടെ രേഖപ്പെടുത്തുകയാണ്. ഈ മന്ത്രി യഥാർത്ഥത്തിൽ വാട്ടർ അതോറിറ്റി പരിപൂർണമായി കുടിവെള്ള വിതരണത്തിൽ മാത്രമല്ല ഈ ജലസേചന പ്രവർത്തനങ്ങളിലെല്ലാം അതിനെക്കുറിച്ച് അഴിമതി ആരോപണങ്ങളാണ്, ശക്തമായ പരാതിയാണ്. ഈ 5 ദിവസം നഗരവാസികളെ, തലസ്ഥാന നഗരത്തിലെ ജനങ്ങളെ കുടിവെള്ളം മുട്ടിച്ചതിന് ജനങ്ങളോട് ക്ഷമായാചനം നടത്തിയിട്ടൊന്നും കാര്യമില്ല. ജനങ്ങളോട് മാപ്പ് പറയാനും ഞാൻ ആവശ്യപ്പെടുന്നില്ല. മന്ത്രി
യഥാർത്ഥത്തിൽ രാജിവെക്കണം. അത്ര കൊത്തഴിഞ്ഞ ഒരവസ്ഥയാണ് ഈ വാട്ടർ അതോറിറ്റിയിലുള്ളത്. അദ്ദേഹത്തിന് ഇവിടെ ബില്ല് വരുന്ന കാര്യം പറഞ്ഞു. എന്തൊരു വാട്ടർ ചാർജ് വർധനമാണ് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയത്. നമുക്കൊന്നും നഗരവാസികൾക്കും നാട്ടുകാർക്കും താങ്ങാൻ വയ്യാത്ത വർധനമാണ്. എത്ര ശതമാനം വാട്ടർ ചാർജ് വർദ്ധിപ്പിച്ചു. ആ വാട്ടർ ചാർജ് വർദ്ധിപ്പിച്ച ആളുകൾ ഇത് കാര്യക്ഷമമായി നടത്താൻ അറ്റകുറ്റപ്പണിക്ക് കോടികൾ ചിലവാക്കുമ്പോൾ ഇങ്ങനെ ഒരു അനാസ്ഥയും അക്ഷന്തവ്യമായ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയ്ക്കെതിരെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ മന്ത്രി ഇനി വാട്ടർ അതോറിറ്റിക്ക് നേതൃത്വം നൽകിയാൽ ഇതിനേക്കാൾ ദുരിതപൂർണമായ അവസ്ഥ നഗരത്തിലും കേരളത്തിലും ഉണ്ടാവുമെന്നുള്ളത് കൊണ്ട് ഈ ഇപ്പോഴുണ്ടായ ക്രൈസിസിൽ പരിപൂർണമായി പരാജയപ്പെട്ട വാട്ടർ അതോറിറ്റിയുടെ ചുമതലക്കാരനായ മന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ പത്മകുമാർ നടത്തുന്ന ഈ സത്യാഗ്രഹം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദനം.